ഇന്ന് ഇവിടുത്തെ ആള് കുറച്ച് പ്രേതങ്ങളെ പറഞ്ഞു വിടാൻ പോയിക്കാണ്. മനസ്സിലായില്ല അല്ലെ? മരണശേഷം 1 വർഷം കഴിയുമ്പോൾ ആത്മാവിനെ വെള്ളിപ്രതിമയിലോട്ട് ആവാഹിച്ച് സായുജ്യം കൊടുക്കണ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ആത്മാക്കളെയൊക്കെ വിഷ്ണുപാദത്തിൽ ലയിപ്പിച്ച് അകല് വരുമ്പേക്കും വീടൊക്കെ വൃത്തിയാക്കാൻ നോക്കുക. ഞാൻ ആള് പുലർച്ചെ പോയതാണ്. സന്ധ്യയായിട്ടും പൂജ കഴിഞ്ഞിട്ടില്ല. വരുമ്പേക്കും അത്യാവശ്യം ആവശ്യതയായിണ്ടാവും. അപ്പൊ ഞാൻ ക്ലീൻ ആക്കട്ടെ ട്ടാ. ഗ്യാസ് സ്റ്റവ് ഒക്കെ ആഴ്ചയിൽ ഇങ്ങനെ സോപ്പിട്ട് കഴുകലുണ്ട് ഇവിടെ. എന്നിട്ട് രാവിലെ തൊട്ട് ഞാൻ എന്നെ കഴുകാണ്ട് കൂട്ടിയിട്ട പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകിയ പാത്രം എല്ലാം അടുക്കി വെച്ച് അകവും പെരിയും ഒന്ന് ഓടിച്ചടിച്ചു വാരി തുടച്ചെടുത്തു. അപ്പോഴേക്കും എന്റെ കോലന്തേത് ഇങ്ങനെയായി. തിരിയേരം ഫാന്റെ ചോട്ടിലിരുന്ന് വേർപ്പൊക്കെ പറ്റിയപ്പോ പോയി മേല് കഴുകി വന്നു. ദേ വിളക്ക് വെക്കാൻ പോയിനി. മിക്ക ശാന്തിക്കാരുടെ വീട്ടിലെയും കൈക്കന തുണിയും തൊടതുണിയും എല്ലാം ഈ തോർത്തുമുണ്ടാവും. അങ്ങനെ വിളക്കൊക്കെ തുടച്ച് തിരി തെറുത്ത് വിളക്ക് കത്തിച്ചു വെച്ചു. എന്നിട്ട് വീട് മൊത്തം ഒന്ന് പുകച്ചിട്ട് ശങ്കുവിനെയും കുളിപ്പിച്ചെടുത്തു. അവനാണെങ്കിൽ തോർത്തണത് തീരെ ഇഷ്ടമില്ല. അത് കഴിഞ്ഞ് ചായ വെച്ച് പിള്ളേർക്ക് കൊടുത്തു. പിന്നെ ദേ ഈ നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടി കൊടുക്കാൻ പോവാ. അത് കഴിച്ചു കഴിഞ്ഞപ്പോ അവരങ്ങോട്ട് ഉറങ്ങി. പുറത്താണെങ്കിൽ നല്ല മഴയും തണുപ്പാണ് കേട്ടാ. വൃത്തിയായി വെടുപ്പിന് കിടക്കണ വീടും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുറങ്ങണ പിള്ളേരാണ് മഴയും കട്ടൻ ചായയും കോമ്പേക്കാളും എനിക്കിപ്പോ ഇഷ്ടം. അപ്പൊ ഞാൻ ദേ അഖില് വരണതും കാത്തിരിക്കാണ് കേട്ടാ.